കർത്താവിൽ പ്രിയം വച്ചിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ പരലോക രാജ്യത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഒക്കെ ജനങ്ങളെ പ്രബോധിപ്പിച്ചു വന്നു. എന്നാൽ ഇപ്പോഴത്തെ സുവിശേഷം എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്റ്റൈലുകളൊക്കെ മാറി. പ്രിയ ദൈവമക്കളെ, ഇന്നിക്ക് എവിടെ ചെന്നാലും വാഗ്ദത്തം 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 മാത്രമാണ്. നമുക്കറിയാം, പ്രഭാതത്തിൽ ചിലർ വാഗ്ദത്തങ്ങൾ അറിയിക്കാറുണ്ട്. എങ്ങനെയാ? വാട്സപ്പിലും മറ്റുമൊക്കെ രാവിലെ സമയം പോസ്റ്റുകളിട്ട് ഗുഡ് മോർണിംഗ് ഇടുന്നതോടെ കുറേ വാഗ്ദത്ത വചനങ്ങളെ അങ്ങ് അയച്ചു വിടുക. ഇതാണ് അവരുടെ സുവിശേഷം. പ്രിയ സഹോദര സഹോദരി, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. ആത്മഭാരത്തോടെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതാണ് നാം ചെയ്യേണ്ട സുവിശേഷം. പ്രഭാതത്തിൽ എഴുന്നേറ്റ് ചുമ്മാ പോസ്റ്റുകൾ കണ്ട പോസ്റ്റുകൾ തേടി തേടി പോകുന്ന നേരം മുട്ടുമടക്കി ഇരുന്ന് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി, സഭാവിശ്വാസികൾക്ക് വേണ്ടി, നമ്മുടെ പൊതുസമൂഹത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. സത്യം എന്താണെന്ന് തിരിച്ചറിയാത്ത ജനങ്ങൾ എത്രയോ പേരുണ്ട്. യേശു ദൈവമാണെന്ന് ലോകത്തോട് വിളിച്ചു പറയുവാൻ ലജ്ജ കൂടാതെ തിരുവചനമായി നിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ നാളുകളായി നാം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കേണ്ടത്. അനേകർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കണം. എത്രയോ പേർ രോഗത്താൽ ബാധിക്കപ്പെട്ടവർ, കടബാധ്യതയുള്ളവർ, കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെയുള്ളവർ, വീടില്ലാതെ ഭാരപ്പെടുന്നവർ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവർ, ഇങ്ങനെയുള്ള പ്രിയപ്പെട്ടവരുടെയൊക്കെ വേദനകൾ വലുതല്ലേ? നമുക്ക് രാവിലെ സമയമൊക്കെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചുകൂടെ? നമ്മുടെ പ്രാർത്ഥനയാവാം, നമ്മുടെ ഒരു പാട്ടാവാം അവർക്കൊരു സമാധാനത്തിന് വഴിയാകുന്നത്. അവർക്ക് ആ വേദനയിൽ നിന്ന് അവർക്ക് വിടുതലയാകുവാൻ നമ്മുടെ പ്രാർത്ഥന ഒരു മുഖാന്തരമായി മാറട്ടെ. ആകയാൽ കർത്താവിൻ്റെ സുവിശേഷത്തെ അറിയിക്കുവാൻ, കർത്താവിൻ്റെ രാജ്യത്തിനും നീതിക്ക് വേണ്ടി പോരാടുവാൻ പ്രിയ ദൈവമക്കളെ നമുക്കൊരുങ്ങാം. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.